ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ്, രേവതി വെഡിങ് കളക്ഷൻ, രേവതി ടൈലറിംഗ് സെൻറ്റർ, രേവതി ബ്യൂട്ടി പാർലർ. യേശുവിൻ്റെ കൃപയാൽ ഇതെല്ലാം യേശുമ്പരാൻ തന്നതാണ്. അപ്പോൾ മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പം യേശുവിൻ്റെ കൃപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുമ്പരാൻ ഭൂമിയിലേക്ക് വന്നത് എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. എല്ലാ വർഷവും യേശു ജനിക്കുമല്ല, നമ്മുടെ ഉള്ളിൽ യേശു ജനിച്ച് വളരണം. അപ്പോൾ അത് യേശുമ്പരാൻ വന്നത് എന്താനാണ് ഭൂമിയിൽ വന്നേ എന്ന് എപ്പോഴും ചിന്തിക്കണം. യേശു ക്രിസ്തു ആരാന്ന് ചിന്തിക്കണം, യേശുവിൽ ഞാൻ ആരാന്ന് ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിക്കാണ്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒന്നും പോവില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഞാൻ ആരാകുന്നു, യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനും പിതാവായ ദൈവത്തിനെ അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യത യേശു ക്രിസ്തു എനിക്ക് നേടിത്തന്നു യേശുമ്പരാൻ്റെ കൃപയാൽ. കാരണം പാപത്തിൽ കിടന്ന് എനിക്ക് അങ്ങനെ വിളിക്കാനുള്ള യോഗ്യതയില്ലായിരുന്നു. യേശുവിനെ കർത്താവായിട്ട് ഞാൻ സ്വീകരിച്ചപ്പോൾ എൻ്റെ മേൽ യേശുമ്പരാൻ കർത്തൃത്വം നടത്തുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സ്നേഹത്താലും എന്നെ നിറച്ചാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വാഴണേ. അപ്പോൾ എന്നിൽ വാഴുവാണ് പിന്നെ യേശുമ്പരാൻ. അപ്പോൾ ആ ഒരു വിശുദ്ധ മന്ദിരാക്കി നമ്മളെ എല്ലാവരെയും മാറ്റി ആ ദൈവരാജ്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളീ വരുമ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവും അല്ല, സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അത്രേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരു സമാധാനമായിട്ട് ഒരു പ്രത്യേക അനുഭൂതിയാണ്, സ്വസ്ഥതയാണ്, ഒരു സ്വസ്ഥത. ആ സ്വസ്ഥതയും സമാധാനവും 2026 നിങ്ങളുടെ കുടുംബങ്ങളിലും മക്കളിലും തലമുറയിലൊക്കെ വാഴട്ടെ. കാശ് കൊടുത്താൽ കിട്ടില്ലാത്ത സംഭവമാണ് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും. ആ സ്വസ്ഥത എല്ലാം യേശുവിൻ്റെ കൃപയാണ്. 2026 അതായിരിക്കും. നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ സ്മിത കഴിഞ്ഞ ദിവസം പറഞ്ഞ മെസ്സേജ് ഇതാ: സ്വസ്ഥതയിലേക്ക് ദൈവമക്കളെ കടത്തുന്നു, സമാധാനവും സന്തോഷം അനുഭവിക്കുന്നു. ആ ദൈവരാജ്യത്തിൽ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹം നമ്മുടെ മേൽ വാഴട്ടെ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. അതാട്ടോ ഇന്നത്തെ ക്രിസ്മസ് മെസ്സേജ്. ആ സ്വസ്ഥതയും ഇതും. നിയമാവർത്തനം 30:16. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. ഭൂമിയിലും ഈ ദൈവരാജ്യത്തിൽ ജീവിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നമ്മൾ സ്വർഗത്തിലും ദൈവത്തിനോട് കൂടെ വസിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ദൈവത്തിനെ സ്നേഹിക്കുക. ഐ ലവ് യു ജീസസ് ഈ ഒരു വാക്ക് പോരാ. നമ്മൾ ഒരാളെ സ്നേഹിക്കണ എങ്ങനെയാണ്, ബഹുമാനിക്കണ എങ്ങനെയാണ്? അനുസരിക്കുമ്പോഴാണ്. അവരെ അനുസരിക്കുമ്പോഴല്ലേ. അതല്ല ഞാനിപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയണയാ അമ്മയെന്ന് പറയണല്ലേ, ഞാൻ പറയണ ഒരു വാക്കിന് വില കൽപ്പിച്ച് എന്നെ സ്നേഹിക്കുക എനിക്ക് മനസ്സിലാണെന്ന് ഞാൻ എൻ്റെ വാക്കിനൊരു വില കൽപ്പിക്കുമ്പോഴല്ലേ. അപ്പോൾ അതാണ് ദൈവം പറയണത്, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ തന്നെ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിന് നമുക്ക് യോജിച്ചത് ഹാപ്പി ഹോർമോൺസാണ്. അപ്പോൾ അതല്ലാണ്ട് വിദ്വേഷത്തിൻ്റെ ഹോർമോൺസ് വരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വന്നതാണ്. അത് നമ്മുടെ ശരീരത്തിന് പറ്റിയ സെല്ലല്ല. അതാണ് യേശുമ്പരാൻ പറഞ്ഞത്, നിൻ്റെ ശത്രുവിനെ സ്നേഹിക്ക്, നിൻ്റെ സുഹൃത്തിനെ സ്നേഹിക്ക്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്ക്. അപ്പോൾ ആ സ്നേഹത്തിലിരുന്നാൽ നമ്മുടെ ഹെൽത്തിനും നമുക്കും നല്ലതുള്ളൂ. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഓരോരുത്തരുടെ സ്ത്രീകളുടെ കയ്യിലാണ് ഈ ഭൂമിയിലെ സമാധാനവും സന്തോഷവും, ഇന്ത്യയുടെ സമാധാനം, കേരളത്തിൻ്റെ സമാധാനം, കുടുംബത്തിൻ്റെ സമാധാനം. കാരണം മക്കളെ ക്രിസ്തു യേശു വളർത്തുന്ന അമ്മമാർ ചെയ്യുന്നത് ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരാരും കഞ്ചാവ് അടിക്കുന്നവരും വേറെ രീതിയിലൊന്നും പോകുന്നവരായിരിക്കില്ല. അവർ എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും, കുടുംബത്തിനും അനുഗ്രഹമായിരിക്കും. അപ്പോൾ നമുക്കൊക്കെ അത് സാധിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ ദൈവത്തിൽ വളർത്തുക, ദൈവത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അവർ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകും. അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നിനെ ഇറങ്ങി വേറെ വിദ്വേഷങ്ങളും വിരോധം വരുത്തി മക്കൾക്ക് ഒന്നും സമ്പാദിച്ചു കൊടുക്കണ്ട. മക്കളെ ദൈവകൽപ്പന പാലിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ മതി. അവർ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകും. അപ്പം നമ്മളും അങ്ങനെയാകും. ദൈവത്തിൻ്റെ ആഗ്രഹം മക്കൾ തന്നെയല്ലോ, നമ്മളങ്ങനെ ആകാനല്ലേ. നമ്മളെപ്പറ്റി എന്ത് സ്വപ്നം കണ്ട നമ്മളെ ഭൂമിയിലേക്ക് വിട്ടെ, അതെല്ലാം സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2026 സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ, നടക്കാത്ത എല്ലാ സ്വപ്നങ്ങളും നടന്ന് അനുഗ്രഹത്തിൻ്റെ പെരുമഴയാകട്ടെ. ആമേൻ. Merry Christmas, Happy New Year.